മാന്യ സദസ്സിനെ വിനീതമായ വന്ദനം. കേരള ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അമ്പരന്ന് നിന്നു പോകുന്ന പലതും അവിടെ കാണുവാൻ കഴിയും. വൈവിധ്യമാർന്ന ജീവിത മണ്ഡലത്തെ സാമ്പത്തിക മേന്മയുടെ നീരാളിപ്പിടുത്തം ശ്വാസം മുട്ടിച്ചിരുന്ന കാലം. പ്രത്യക്ഷ ദൈവമായ രാജാക്കന്മാർക്ക് വേണ്ടി, അവരെ തീറ്റിപ്പോറ്റിയിരുന്ന ജന്മികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞിരുന്ന കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ വിശ്വദർശനം എന്ന കാവ്യ സമാഹാരത്തിലൂടെ ആ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് വെളിച്ചം വീശുകയാണ്. ആ കവിതയാണ് കഥാപ്രസംഗ രൂപേണ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ട് കാലത്ത് കട്ടിൽ കിടക്കാനുള്ള അനുവാദം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാരായ ജനത തറയിൽ പായ വിരച്ച് കിടന്നുകൊള്ളണം. കട്ടിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലിനാനിട്ടല്ല, പുതിയ മട്ടിൽ ഒരു കട്ടിലൊന്ന് ചന്ദനം കൊണ്ടു തന്നെ വേണം. ആനക്കൊമ്പാവണം മേല, പിന്നെ ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ ആഗ്രഹം കേട്ടയുടനെ തമ്പുരാൻ കൽപ്പിച്ചു, ആരവിടെ? മേനോക്കിയച്ഛനോട് വരാൻ പറയൂ. മേനോക്കിയച്ഛൻ എന്നാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ടയുടനെ മേനോക്കിയച്ഛനും മേനോന്മാരും നായന്മാരും തച്ചന്മാരും എന്നിങ്ങനെ ഒരു വൻപട തന്നെ വാക്കത്തിയും കോടാലിയും ഒക്കെയായി തമ്പുരാനെ ഓച്ചാനിച്ചു തൊഴുതിറങ്ങി. ചന്ദനമരം തേടിയുള്ള യാത്രയിൽ അവരുടെ മനസ്സിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പൂ കൊണ്ടു കടഞ്ഞ പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി, കാരകിലിൻ്റെ മണം പുരണ്ടും കണങ്കാലോളം ചുരുണ്ടുരുണ്ടും മുല്ലപ്പൂമാലയുതിർന്നു മിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി, വെമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും തെങ്ങും മാവും കവങ്ങും എല്ലാം നിറഞ്ഞ വഴിയിലൂടെ ചന്ദനമരം തേടി അലയവേ അവരുടെ കാതിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂട്ട ചന്ദനം കൊണ്ടല്ലാതെ ഈ പടിയിലേക്ക് ആരും വരേണ്ട നാളെ. തലയും ചൊറിഞ്ഞിങ്ങു വന്നു നിന്നാൽ തലയോടുകൂടി വിടില്ലൊരാളെ. നടന്ന് നടന്ന് സമയം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ അവർ ഒരു മരച്ചുവട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ട് നോക്കൂ, എന്താണത്? അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പല മരം കണ്ടു തഴക്കമാർന്ന തലവനാശാരി നെറ്റിക്കു നേരെ ഇടതു കൈപ്പത്തി വിലങ്ങനെ വെച്ച് ഇടയിൽ പുരികം ചുളിച്ചു നോക്കി. ഇതാ ചന്ദനം തന്നെ. കേട്ടിടനെ എല്ലാവരും അരുവിൽ കൈകൾ കഴങ്ങി ചന്ദന മരത്തിനടുത്തേക്ക് പാഞ്ഞു. ചന്ദന മരത്തിനടുത്തേക്ക് പായവേ അവർ വിശപ്പും ദാഹവും പോലും മറന്നുപോയി. ഒരാൾ ഒരു ചെറു ചില്ല കൊത്തിയെടുത്ത് മടക്കി. നറു ചന്ദനത്തിൻ്റെ തണുത്ത ഗന്ധം. അവർ മുണ്ടാരയിൽ മടക്കി കുത്തി തോളിൽ കിടന്ന് തോർത്തുമുണ്ട് കുടന് തലയിൽ കെട്ടി മരം മുറിക്കാൻ തുടങ്ങവേ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കുത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ പരസ്പരം പേടിയോടെ നോക്കി. എന്താണത്? വനദേവതയാണോ? ഇനി വല്ല യക്ഷിയുമായിരിക്കുമോ? നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ
ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകും? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിൽ നിൽക്കുന്നു മിഴിച്ചു നോക്കി. ഇരുമുള്ളു പോരാ, ചടച്ചി പോരാ, തടിമൂത്ത ചന്ദനം തന്നെ വേണം. തടി കൂടാതെ അങ്ങോട്ടു ചെന്നു പോയാൽ തലയും തടിയും പിരിയുമല്ലോ. വരുന്നത് വരട്ടെ, ഞാൻ കയറാം. കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല ലക്ഷ്യമാണെങ്കിൽ പിടിക്കാതിരിക്കാൻ ഈ കത്തി കയ്യിൽ കരുതിക്കൊള്ളൂ. മറ്റുള്ളവർ അവന് ധൈര്യം പകർന്നു. പേടിച്ചുരച്ച് നെഞ്ചുരഞ്ഞുകൊണ്ട് തെല്ലൊരു വിറയലോടെ അവൻ മരത്തിൽ കയറി. പൊത്തിലേക്ക് നോക്കി അവനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്യാവു കൊണ്ട് പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരെ. ഇരുളിനകത്തു കൊളുത്തി വെച്ചോരരുമക്കനക വിളക്ക് പോലെ. അന്ത്യത്തുടുമുകിലിൻ നടുവിൽ പൊന്തി വരും കൊച്ചു താര പോലെ. ചെമ്പട്ടിനുള്ളിൽ ഒരുക്കി വെച്ചോ ചെമ്പുറ്റ മാണിക്കല്ലുപോലെ. ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലെ, കൊളുത്തിവെച്ച ദീപം പോലെ, ചെമ്പനീർ പൂവിന്റെ നിറമോട് കൂടിയ ഒരു സുന്ദരിയായ പെൺകുഞ്ഞ്. പക്ഷേ ഈ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുവന്നു. ആ മരം പൊത്തിയിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും. റാഞ്ചി കൊണ്ടുവന്ന കുഞ്ഞിനോട് ആ പക്ഷിക്ക് മാതൃനിർവിശേഷമായ സ്നേഹമുണ്ടായി. ആ പക്ഷി ആ കുഞ്ഞിനെ ഓമനിച്ചും ലാളിച്ചും വളർത്തി. ആ പക്ഷിക്കും കുഞ്ഞിനുമിടയിൽ അഗാധമായ സ്നേഹമുറവായി. എങ്കിലും ആ കുഞ്ഞിനെ കൂട്ടിൽ നിന്നും പുറത്തു പോരുവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പൊത്തിന്നു പോരുവാനുണ്ട് മോഹം, പോരുവാൻ വയ്യാത്തതാണു പോലും. നിറവുറ്റ വാത്സല്യമോലും അമ്മ ചിറകിട്ടടിച്ചു മരിക്കും പോലും. അവർ ആ കുഞ്ഞിനെ കട്ടിയാവിൽ പോലിന് താഴെ കൊണ്ടുവന്നു. എല്ലാവരും ആ കുഞ്ഞിനെ തറയിൽ വെക്കാതെ വാരി പുണർന്നു. പെട്ടെന്ന് തമ്പുരാന്റെ കൽപ്പനയോർത്ത മേനോക്കിയച്ഛൻ പറഞ്ഞു, ആ ഇനി മരം മുറിക്കാം. പത്തി പരത്തി പറന്നടുക്കും പാമ്പുപോൽ കോടാലി പൊങ്ങിത്താണു. കടയേറ്റ ചന്ദനം തലതിരിഞ്ഞിട്ടുടനെ ചലറി നലം പതിച്ചു. ഇലകളും ചില്ലകളും എല്ലാം കുത്തിമാറ്റി തടിയാഹ്ലാദത്തോട് തോളിലേറ്റി അവർ കൊട്ടാരത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി. എന്നാൽ ആ ആഹ്ലാദത്തിനിടയിലും അവരുടെ മനസ്സിൽ തെല്ലൊരാന്തലോടുകൂടി ഒരു ചോദ്യം ഉണർന്നു. ഈ കുഞ്ഞിനെ, ഈ പിഞ്ചു കുഞ്ഞിനെ എന്തു ചെയ്യും? പകൽ വിട വാങ്ങി രാത്രിയെ വരവേൽക്കുകയാണ്. തൻ്റെ കുഞ്ഞിനുള്ള ഭക്ഷണവുമായി വന്ന അമ്മ കണ്ട കാഴ്ച സഹിക്കാൻ കഴിയാവുന്നതായിരുന്നില്ല. ചിറകെഴും അമ്മ പറന്നു വന്നോ, ചിറകാലം ചന്ദനം നിന്നതിക്കിൽ. മരമില്ല, കൂടില്ല, കുഞ്ഞുമില്ല, മരവിപ്പൂ കേറി അതിനുടലിൽ. തലകറങ്ങിടും പോലെ താമരത്തിൻ തലയും കറങ്ങി ഇറങ്ങി വന്നു. ഈശ്വര, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇവിടെ നിന്നിരുന്ന മരം എവിടെ? എൻ്റെ കൂടെ എവിടെ? എൻ്റെ കുഞ്ഞെവിടെ? ചിറകിട്ടടിച്ച് നിലവിളിച്ച് തളർന്ന ആ പക്ഷി ഇരുളത്ത് ഒരു മരക്കൊമ്പിൽ ഒരു രാത്രി ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. നിലാവ് പരന്നു തുടങ്ങി. ഇരുളത്ത് നിലാവെളിച്ചത്തിൽ തറയിൽ ചോര പൊടിഞ്ഞത് പോലെ ആ പക്ഷി എന്തോ കണ്ടു. നലമോലും അമ്മയ്ക്കു കണ്ടറിവാൻ അടയാളമായിട്ട കൊച്ചു പൈതൽ കട്യാവു തന്നെത്താൻ പിച്ചിച്ചീന്തി കാടു കഴിവോളം ഇട്ടിരുന്നു. തറയിൽ കിടന്നിരുന്ന കട്യാവ് കഷ്ണങ്ങൾ പിന്തുടർന്ന് ആ പക്ഷി തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അതും അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ആ പക്ഷിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ആ കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം ആ പക്ഷി മണത്തറിഞ്ഞു. അമ്മതൻ സ്നേഹം മണത്തറിഞ്ഞു, പൊന്മകളെ കൊണ്ടുപോയ മാർഗം
അരമന തന്റെ അടഞ്ഞ വാതിൽ അരികത്താണഞ്ഞതും ചത്തു വീണു. പാതി വിടർന്ന കൊക്കുമായി കിടന്നിരുന്ന പക്ഷിയെ കണ്ട് കൊട്ടാര കാവൽക്കാർക്ക് പോലും തൊണ്ടയിടറിപ്പോയി. നറുചന്ദനം കൊണ്ട് ചിതയൊരുക്കി വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് ആ പക്ഷിയെ അവർ സംസ്കരിച്ചു. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ആ കുഞ്ഞു പൈതൽ പൊട്ടിക്കരഞ്ഞുപോയി. കാലം കടന്നുപോയി. ആ കുഞ്ഞു പൈതൽ വളർന്ന് ഒരു സുന്ദരിയായി. കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാന്റെ തമ്പുരാട്ടിയായി. തമ്പുരാട്ടിക്കായി നറുചന്ദനം കൊണ്ട് തന്നെ ഒരു കട്ടിൽ പണി കഴിപ്പിച്ചു. മട്ടുപ്പാവിൽ തൻ്റെ പ്രിയതമയ്ക്കായി പണിത കട്ടിലിലേക്ക് പ്രിയതമൻ അവളെ സ്നേഹത്തോടെ ആനയിച്ചിരുത്തുകയാണ്. ആ കുഞ്ഞായിരുന്ന ആ പെൺകുട്ടി എന്തോ ഓർക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. അവളുടെ കൺകളിൽ നിന്നും രണ്ട് കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. അവളുടെ കൺകളിൽ നിന്നും രണ്ട് കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തു, ചിറക് വിടർത്തുന്ന ഭാഗ്യമോർത്തു. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തു, ചിറക് വിടർത്തുന്ന ഭാഗ്യമോർത്തു. ഉത്തരം കണ്ടെത്താൻ സഹോദരരെ ചുമതലപ്പെടുത്തുമാറാകട്ടെ. മരണത്തിലും സ്വന്തം കുഞ്ഞിനായി ദാഹിക്കുന്ന മാതൃത്വത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.